ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവമക്കൾക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകണം. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാരായണീയം 1-ാം ശ്ലോകത്തിൽ ദുർവാസാവ് ദേവന്മാരെ ജരാനര ബാധിക്കട്ടെ എന്ന് ശാപം കൊടുത്തല്ലോ. അതിനുശേഷമുള്ള 2-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 2. ശാപേന പ്രഥിത ജരേധ നിർജരേന്ദ്രേ ദേവേഷോപ്യസുരാജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യ കമലജം ഏത്യ സർവദേവ നിർവാണപ്രഭവാ സമം ഭവന്തമാപു. ശാപേന പ്രഥിത ജരേധ നിർജരേന്ദ്രേ ദേവേഷോപ്യസുരാജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യ കമലജം ഏത്യ സർവദേവ നിർവാണപ്രഭവാ സമം ഭവന്തമാപു. അങ്ങനെ ശാപ അനന്തരം, അതായത് ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിച്ചതിന് ശേഷം നിർജ്ജരന്മാരായ ദേവന്മാർ അതുമൂലം ജരാനര ബാധിച്ചവരായി മാറി. എല്ലാ ദേവന്മാരും ഇന്ദ്രനും ഒക്കെ ഇന്ദ്രനെ ശപിച്ചത് ദേവന്മാർക്ക് എല്ലാവർക്കും കൂടെയാണ് അദ്ദേഹം ശപിച്ചത്. അപ്പോൾ ദേവന്മാരെല്ലാവർക്കും ജര ബാധിച്ചവരായി. പിന്നെ ഉണ്ടായ ദേവാസുര യുദ്ധത്തിൽ, അതായത് വീണ്ടും അവിടെ ദേവാസുര യുദ്ധം ഉണ്ടായി. അപ്പോൾ അസുരന്മാർ ദേവന്മാരെ ജയിച്ചു. അസുരന്മാരോട് തോറ്റ് തെളിവറ്റവരായ ദേവകൾ, അങ്ങനെ അസുരന്മാരോട് അവർ തോക്കേണ്ടി വന്ന എന്താ? അവരുടെ ബലക്ഷയമായില്ലേ. അവർ ജരാനര ബാധിച്ചാൽ പിന്നെ അവർക്ക് ശക്തിയോ വല്ലതും ഉണ്ടോ? അപ്പോൾ വയസ്സെന്ന വല്യഭന്മാരണക്കായില്ലേ. അപ്പോൾ അസുരന്മാരോട് അവർ തോറ്റ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ദേവകളും ബ്രഹ്മാവിനെയും ശിവനെയും സമീപിച്ചു. എല്ലാ ദേവന്മാരും കൂടെ ചെന്ന്, ഇന്ദ്രനും എല്ലാവരും ചെന്ന് ബ്രഹ്മാവിനെയും ശിവഭഗവാനെയൊക്കെ സമീപിച്ചിട്ട് കാര്യമെല്ലാം പറഞ്ഞ് അവിടെ ഉണർത്തിച്ചു. ദേവകൾ ശിവനെയും ബ്രഹ്മാവിനെയും കൂടെ കൂട്ടി എല്ലാവരും ഒന്നിച്ച് മോക്ഷത്തിന് ഉറവിടമായ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ ശരണമടഞ്ഞു. എവിടെ പോയി? വൈകുണ്ഠത്തിൽ ഭഗവാന്റെ നാരായണൻ്റെ അടുക്കിലേക്ക് പോയി. ഭഗവാൻ ശിവനും ബ്രഹ്മാവും ദേവന്മാരെല്ലാം കൂടെ അവിടെ പോയി. പരിഹാരം കാണാൻ ഭഗവാൻ നാരായണന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് മൂലം അതാണല്ലോ. അപ്പോൾ അവിടേക്ക് എല്ലാവരും ചെന്നു ഈ വിവരം ഭഗവാനോട് പറയാൻ. കാരണം ജരാനര ബാധിച്ചതിന് ശേഷം യുദ്ധമുണ്ടായപ്പോൾ അവർ തോറ്റില്ലേ, അസുരന്മാർ ജയിച്ചു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ അതിന് വേണ്ടുന്ന പോംവഴി കണ്ടുപിടിക്കണ്ടേ, ഈ ജരാനരയൊക്കെ മാറണ്ടേ. അങ്ങനെ അവരെല്ലാവരുടെ ഭഗവാനെ പോയി കണ്ടു, ശരണമടഞ്ഞു. നമുക്ക് ശ്ലോകം 3 വായിക്കാം. ശ്ലോകം 3. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷൻ വരദാ പുരപരേണധാമ്ന ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷൻ വരദാ പുരപരേണധാമ്ന ഹേ ദേവാ ദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. ഈ ശ്ലോകത്തിൽ വരദനായ ഭഗവാൻ നാരായണൻ ഗുരുവായൂരപ്പനെ ബ്രഹ്മാദി ദേവന്മാർ അവിടുത്തെ മാഹാത്മ്യത്തെപ്പറ്റി വളരെ സ്തുതിച്ചു. അതായത് ഭഗവാൻ നാരായണനെ ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാം ഭഗവാന്റെ മാഹാത്മ്യത്തൊക്കെ പറഞ്ഞിങ്ങനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാൻ അവരിൽ പ്രസന്നനായി. ഭഗവാൻ അവരുടെ മുമ്പിൽ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ഉപദേശിച്ചു. അപ്പോൾ ഭഗവാനെ പറ്റി ഇങ്ങനെ സ്തുതികളുമൊക്കെ പാടി പുകഴ്ത്തിയപ്പോൾ ഭഗവാൻ പ്രസാദിച്ചിട്ട് ഈ ദേവന്മാരുടെ മുമ്പിൽ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് ഉപദേശിച്ചു. അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് പൂജിക്കണം. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുത്തത്? അസുരന്മാരുമായി സന്ധി ചെയ്യണം. ഇപ്പോൾ അവിടെ യുദ്ധം ചെയ്ത് വിരോധിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് നിങ്ങൾ അവരുമായി സന്ധി ചെയ്യുക, വിരോധം മാറ്റി ഒന്നായി ചേരണം. അതായത് സുഹൃത്തുക്കളാവണം. എന്നാലല്ലേ ഇവരോട് ചെന്നൊരു കാര്യം നടത്താൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ സന്ധി ചെയ്തിട്ട് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് പൂജിക്കണം.
അപ്പോൾ സന്ധി ചെയ്യുമ്പം തന്നെ അവിടെ സന്തോഷം ഉണ്ടാവുമല്ലോ, വിരോധം മാറണമല്ലോ. ഇത് നമ്മളും മനസ്സിലാക്കണം. നമ്മൾ എല്ലാവരുമായിട്ട് സന്ധി ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ളം പ്രസാദിക്കും. നമുക്ക് ഈ ദേഷ്യഭാവമാണ് ദേഷ്യ സ്വഭാവം വന്നു കഴിഞ്ഞാൽ തന്നെ ജരയും നരയൊക്കെ വരും. എപ്പോഴും നന്മ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കാമെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു കുട്ടിയുടെ സ്വഭാവവും മനസ്സുമൊക്കെ ആയി എപ്പോഴും പ്രസന്നമുള്ളവരാകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭീതിയോ അതായത് വിഷമോ ദേഷ്യമോ ക്രോധമോ ഒക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്? സന്ധി ചെയ്യണമെന്ന്. അപ്പോഴാണ് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് പൂജിക്കണം. പാലാഴി കടഞ്ഞ് അമൃതെടുക്കുന്നത് നിങ്ങളെക്കൊണ്ട് മാത്രം സാധ്യമല്ല, അതിന് അസുരന്മാരുടെ സഹായം കൂടി വേണം. അതുകൊണ്ട് അസുരന്മാരുമായി സന്ധി ചെയ്ത് അവരുടെ സഹായം ആവശ്യപ്പെടണം. മന്ധര പർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിക്കണം. അതിന് മന്ധരം കൊണ്ടുവരണം, വാസുകിയെ വരുത്തണം. ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ആദ്യം എന്ത് ചെയ്യണം? സന്ധിയാവണം. നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതാണ്. ഇതിൻ്റെ യഥാർത്ഥ ഒരു സത്തെന്ന് പറയുന്നത് നമ്മൾ ആരുമായിട്ടും വിരോധം പാടില്ല എന്നുള്ളതാണ്. അവിടെ സന്ധി ചെയ്യുക എന്നാണ് എൻ്റെ ആദ്യമേ പറഞ്ഞത്. എന്താ സന്ധി ചെയ്യുക? വിരോധം മാറാമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവും. ഈ ഹൃദയത്തിലുള്ള എല്ലാ ഭാരമൊക്കെയാണ് ഈ വിരോധം കൊണ്ട് നടന്നാൽ അങ്ങ് ഫ്രീ, അതായത് ഒരു സ്വാതന്ത്ര്യമായി ഒരു എന്താ പറയുന്നതിന് ഒരു സന്തോഷം അനുഭവിക്കും. ആരുമായിട്ടും ശത്രുതയില്ലെങ്കിൽ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആനന്ദം ഉണ്ടാകും. ഈ ആനന്ദം ഉണ്ടാകും, മനസ്സിന് ക്ലേശമല്ല ഉണ്ടാകുമോ? അതാണ് നമുക്ക് ഏറ്റവും സുഹൃതം എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണം. ഇതിൽ കൂടെ എനിക്കിതേ പറയാനുള്ളൂ. ഞാനിത് മനസ്സിലാക്കി അതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് സന്ധി ചെയ്ത് സ്നേഹത്തോടെ ഇരിക്കാമോ? പ്രത്യേകിച്ച് പിന്നെ ഒരു അമൃതം വേണ്ട. അത് തന്നെയാണ് അമൃത്. ആ സ്നേഹമാകുന്ന, ആ കരുണയാകുന്ന, എല്ലാവരെയും ഒന്നായി കാണാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു അമൃത് തന്നെയാണ്. അത് നമ്മളെപ്പോഴും നുകർന്നുകൊണ്ടിരിക്കാൻ പരമാത്മാവിൽ നിന്ന് തന്നെ. എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം. നമുക്ക് ശ്ലോകം 4 വായിക്കാം. ശ്ലോകം 4. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരം ഇവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരം ഇവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു. അതായത് വിരോധമൊക്കെ മാറ്റി. ദേവന്മാർ എന്നിട്ട് എന്ത് ചെയ്തു? അഹങ്കാരത്തോടെ മന്ഥരം ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചെന്ന് മന്ഥരം പൊക്കിയെടുത്തു പുറപ്പെട്ടു. എങ്ങനെ പോയി ദേവന്മാർ? അഹങ്കാരത്തോടെ. സന്ധ്യയൊക്കെ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ എന്തും ആകാം, ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യമുള്ളൊരു ഹുങ്ക്. അതാണ് ദേവന്മാർ അഹങ്കാരത്തോടെ മന്ഥരം ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ചെന്ന് മന്ഥരം പൊക്കി അങ്ങെടുത്ത് പുറപ്പെട്ടു. പാലാഴി കടയുന്നതിന് മത്തായി കടകോലായി നിശ്ചയിച്ചത് മന്ഥരപർവ്വതമാണ്. അപ്പോൾ ഈ മന്ഥരപർവ്വതം നമുക്ക് ഈ മത്തിന് പകരമാണ്. നമ്മുടെ തൈര് കടയുന്നത് എങ്ങനെ? മത്ത്. അതുപോലെയാണ് ഈ പാലാഴി. അത്രയും വലിയൊരു സമുദ്രമല്ലേ പാലാഴി. അപ്പോൾ അത് കടയണമെങ്കിൽ ഇത്രയും വലിയൊരു പർവ്വതം വേണം. അങ്ങനെ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞ അഹങ്കാരത്തോടു കൂടി കൊണ്ടുവന്ന് പിന്നെ പകുതി വഴിക്ക് വച്ച് ഭാരം താങ്ങാൻ വയ്യാതെയായി അവർക്കത് പാലാഴിയിൽ എത്തിക്കാനാവാതെ മാർഗമധ്യേ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്താ കാരണം? ഒരല്പം ഭഗവാനുള്ള ചിന്തയുണ്ടോ അവർക്ക്? ഭഗവാനെ പോയി സ്തുതിച്ച്, ഇത് ഞാൻ പറയുന്നതാന്നേ, ഭഗവാനെ ഞാൻ ഇതിൻ്റെ എല്ലാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അറിവ് നമുക്ക് കൂടെ ഇതിനകത്തൊന്നും ചിന്തിക്കാനുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അഹങ്കാരത്തോടു കൂടി ആരെന്ത് ചെയ്താൽ അത് നിറവേറാൻ പറ്റത്തില്ല. അഹങ്കാരം മാറ്റി വിനയവും എന്തും ആകാമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. ഈശ്വരനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അതിനൊരു അവസരം കൊടുത്തു. നിങ്ങൾ ഇന്നതുപോലെ സന്ധ്യ ചെയ്ത് പോയി കൊണ്ടുവന്ന് നടത്തൂ. പക്ഷെ ഒരു അഹങ്കാരത്തോട് കൂടി ചെയ്തതിന് എന്ത് വന്നു? മാർഗമധ്യേ പകുതി ആയപ്പോൾ അതിൻ്റെ ഭാരം സഹിക്കാൻ വയ്യാതെ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു.
ഇതറിഞ്ഞ ഭഗവാൻ ഗരുഡനെ കൊണ്ട് വഹിപ്പിച്ച് മന്ഥരം പാലാഴിലെത്തിച്ചു. ഒരു ഗരുഡൻ അത് ഒരു ലന്തക്കരു എടുക്കുന്നത് പോലെ തോന്നിയുള്ളൂ. അത്ര കാരണം ഗരുഡൻ ആരാ? ഭഗവാന്റെ വാഹനമായിരുന്ന ഭക്തനാണ് ഗരുഡൻ. അപ്പോൾ ആ ഒരു വിനയമാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഓരോരോ സാരാംശമുള്ളത് നമ്മളത് തുറന്നെടുത്ത് മനസ്സിലാക്കണം. ഇത് എൻ്റെ അഭിപ്രായത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഗരുഡൻ അത് നിഷ്പ്രയാസം എടുത്ത് പൊക്കണമെങ്കിൽ ഈ മന്ദരപുറത്ത് എത്തിക്കണമെങ്കിൽ എന്താ? അതിൽ ഭക്തിയാണ്, വിനയമാണ്, താഴ്മയാണ് ഇതിനെല്ലാം കാരണം. ഇവിടെ അഹങ്കാരത്തോടുകൂടി പോയിട്ടാണിത് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പൂർത്തീകരിക്കാൻ വയ്യാതെ പകുതിക്ക് ഇടേണ്ടി വന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കണം. എല്ലാം നിഷ്പ്രയാസം പറ്റും ഭഗവാന്റെ കരുണയും സ്നേഹവും പ്രസാദവും ഉണ്ടെങ്കിൽ. അതേസമയം ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നുള്ള വലിപ്പം കൊണ്ട് ആ ഞാൻ എന്നുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം ജയം മുന്നോട്ട് പോകത്തില്ല. ഞാനിത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമുക്കിനി അപ്പം ഇത് ഗരുഡൻ നിഷ്പ്രയാസം ഇത് ഒരു ലന്തക്കരു എടുക്കുന്നത് പോലെ അത്രയേ തോന്നിച്ചുള്ളൂ. എടുത്തുകൊണ്ടൊന്ന് പാലാഴിലെത്തിച്ചു ഗരുഡൻ. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. 5. ശ്ലോകം 5. ആധായ ദ്രുതമഥ വാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുര അസുരൈസ്തൈർ വ്യാജാൽ ത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ആധായ ദ്രുതമഥ വാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുര അസുരൈസ്തൈർ വ്യാജാൽ ത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ഈ ശ്ലോകത്തിൽ അങ്ങനെ ദേവ അസുരന്മാർ ഒന്നിച്ച് ഈ കയറായ വാസുകിയെയും തലയ്ക്കലും വാലിൻ്റെ അറ്റത്തുമായിട്ട് പിടിച്ചു നിൽക്കണം ഈ ദേവന്മാരും അസുരന്മാരും. അപ്പോൾ അസുരന്മാർ ഒന്നിച്ച് വേഗത്തിൽ വാസുകിയെ കയറാക്കി എല്ലാ ഔഷധീ ബീജങ്ങളും ഇട്ടിട്ടുള്ള പാലാഴിയിൽ മഥനം തുടങ്ങിയപ്പോൾ ആദ്യം സുരന്മാർ തലയ്ക്കലും അസുരന്മാർ കാൽക്കലുമായി നിന്നിരുന്നു. അപ്പോൾ അസുരന്മാർ പറഞ്ഞു, വാൽഭാഗം പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് കേട്ട ഭഗവാൻ അസുരന്മാരെ തലഭാഗം പിടിക്കാനും ദേവകളെ വാൽഭാഗം പിടിക്കാനും അനുവദിച്ചു. കാര്യം നടക്കുന്നതിനും വിഘ്നം പാടില്ലല്ലോ. ഈ ശ്ലോകത്തിൽ പാലാഴി മഥനം തുടങ്ങുകയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അസുരന്മാർക്ക് വാലറ്റം കൊണ്ടിട്ട് ദേവന്മാർ തലക്കറ്റം പിടിച്ച അസുരന്മാർക്ക് ഇഷ്ടപ്പെടുമോ? പോരെങ്കിൽ ഇത് ആർക്കാണ് ആവശ്യം? ദേവന്മാർക്കാണ്. അപ്പോൾ അസുരന്മാരെ സന്ധിയിൽ എത്തിച്ച് കാര്യം സാധിക്കണമെങ്കിൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? അപ്പോൾ അസുരന്മാർ പറയുന്നു, തലയ്ക്കലേ ഞങ്ങൾ പിടിക്കൂ. അപ്പം ഭഗവാൻ നാരായണൻ പറഞ്ഞു, വാലറ്റം ദേവന്മാരും തലയ്ക്കൽ അസുരന്മാർക്കും കൊടുക്കുക. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ മാറി തിരിഞ്ഞ് നിന്നിട്ട് പാലാഴി മഥനം തുടങ്ങുകയാണ്. നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിൽ വായിക്കാം അടുത്ത ദിവസം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.